ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു അരിമുറുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് ചടപടയും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ അരിമുറുക്ക്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ മണിപ്പുട്ടിൻ്റെ അച്ചുണ്ടല്ലോ അതിലാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചുറ്റിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ്. ഈസി ആയിട്ട് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുറുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. കുറഞ്ഞ സമയം മതി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. കാരണം ആ ബെല്ലൈക്കനിൽ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതിൻ്റെ പേരിലാണ്. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ അരിമുറുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് അരിപ്പൊടി തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ 200 ml കപ്പിൻ്റെ ഇതുപോലെ 1 കപ്പ് അളവിലാണ് കേട്ടോ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അത് നിറയെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ ചെറിയൊരു ജാറെന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ അവല് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ. അപ്പോൾ അവൽ വന്നിട്ട് വെള്ള അവൽ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ റോസ് അവൽ എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. നല്ല തിന്നായിട്ടുള്ള അവലാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. 1/2 കപ്പ് അളവിൽ മതിയാവും, കൂടുതൽ ആവശ്യമായിട്ടില്ല. അവലെടുത്ത അതേ കപ്പിൽ തന്നെ അതിൻ്റെ പകുതി അളവിൽ ഞാനിപ്പോൾ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണ ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കില്ലേ, ആ ഒരു പൊട്ടുകടലാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ തന്നെ നമുക്ക് വറുത്ത പൊട്ടുകടല വാങ്ങാൻ കിട്ടും. അതാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പൊട്ടുകടല. ഇത് പല സ്ഥലത്തും പല പേരിലാണ് പറയുന്നത്. അതല്ല നമ്മുടെ പരിപ്പൊന്നും അല്ല കേട്ടോ, ഇത് പൊട്ടുകടലയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് വെറുതെയും കഴിക്കാമല്ലോ ഈ കടല, അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ കേട്ടോ. ഒരു 1/4 കപ്പ് അളവിലാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തേക്കണം. ഇതുപോലെ നല്ല ഫൈനായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഇതൊന്ന് അരിച്ച് ചേർത്തേക്കണം. ഇപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തതിൽ ചെറിയ ചെറിയ കട്ട എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അതൊന്ന് മാറി കിട്ടാനാണ് നമ്മളൊന്ന് അരിച്ച് തന്നെ നമ്മുടെ ഈ മാവിലേക്ക് ഒന്ന് ചേർത്തേക്കണം. ഇതുപോലെ നമ്മുടെ ഈ മാവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ എടുത്തിട്ടുള്ള അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ, പച്ചരിപ്പൊടിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ അയമോദകമാണ്. അപ്പോൾ അയമോദകം ഓമം എന്നും പറയും കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ കയ്യിലേക്ക് ഒന്ന് തട്ടിക്കൊടുത്തിട്ട് ചെറിയ രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വേണം നമ്മൾ ഇതൊന്ന് ഈ മാവിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിലുള്ള ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് ഇതിലേക്ക് വരുള്ളൂ. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി വേണ്ടത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് നമുക്ക് ആവശ്യമായിട്ടില്ല, ചെറിയൊരു എരിവ് മാത്രം നമ്മുടെ ഈ മുറുക്കിനെ കിട്ടിയാൽ മതിയാവും. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. ഇനി നമ്മുടെ ഈ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് മുളക് പൊടിയും അരിപ്പൊടിയും ഒക്കെ മാവെല്ലാം നന്നായിട്ടൊന്ന് യോജിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു സമയം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. മാവിൽ നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരല്പം മാവെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം. ഉപ്പ് എങ്ങാനും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് ചേർക്കാവുന്നതാണ്. മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ നല്ല ചൂട് എണ്ണയും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഏത് എണ്ണയിലാണോ ഇതൊന്ന് പൊരിച്ചെടുക്കുന്നത് ആ എണ്ണ തന്നെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. എണ്ണ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണ വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ഇത് ഇതുപോലെ ഇങ്ങനെ പതഞ്ഞു പൊങ്ങില്ല, ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മൾ ചേർക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ കൈ വെച്ചിട്ട് നല്ലതുപോലെ നമ്മുടെ മാവ് ഒന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റിലേ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്, കാരണം വെച്ചാൽ എണ്ണ ചൂടാണ്. ഇതുപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്താൽ മതിയാവും. നമ്മൾ ഇതുപോലെ നല്ല ചൂടായിട്ടുള്ള എണ്ണ നമ്മുടെ ഈ മാവിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ മുറുക്ക് വന്നിട്ട് നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മുറുക്ക് പൊരിച്ചെടുക്കുന്ന സമയത്ത് അധികം എണ്ണയും വലിച്ചെടുക്കില്ല.
ഇതുപോലെ എണ്ണയെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മാവ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ കട്ടയായിട്ട് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഇതാണ് ആ എണ്ണ ചേർക്കുന്നതിന്റെ ആ ഒരു പരുവം എന്ന് പറയുന്നത്. എണ്ണ കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ കട്ടയായിട്ട് ഉണ്ടാവില്ല, അത് ഒരുപാട് ലൂസായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ ഉണ്ടാവില്ലേ. ഇത് ഈ ഒരു രീതിക്ക് വേണം കേട്ടോ ഉണ്ടാവാനായിട്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ മതിയാവും. നമ്മൾ ഏത് എണ്ണയിലാണോ പൊരിച്ചെടുക്കുന്നത് ആ ഒരു എണ്ണ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പൊ ഞാനിപ്പോൾ ഇതുപോലെ എല്ലാ മാവും ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ നോർമലായിട്ടുള്ള വെള്ളം തന്നെയാണ്, ചൂട് വെള്ളമൊന്നും അല്ല ചേർക്കുന്നത്. ഫസ്റ്റിലേ തന്നെ ഒരുപാട് വെള്ളം ചേർക്കാനായിട്ട് നിൽക്കരുത്. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മുടെ ഈ മാവെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് വേണം ഉണ്ടാവേണ്ടത്. അതായത് ഒരുപാട് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, ആ ഒരു രീതിക്ക് അത്രയും കട്ടി ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് കേട്ടോ. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ കട്ടിയായി പോലെ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മുടെ ഇടിയപ്പ പ്രസ്സിലേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് അതങ്ങ് ഒടിഞ്ഞു പോവില്ലേ, നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിക്ക് അങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനാണ് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഇത്രയും ലൂസായിട്ട് വേണം നമ്മളൊന്ന് മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ചേർത്തിട്ടും ലൂസാക്കി കളയരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. മാവിന്റെ ആ പരുവ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് മുറുക്കിന്റെ ഷേപ്പിൽ ഇതൊന്ന് ചുറ്റിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് സേവനാഴിയിലേക്കൊന്ന് മാറ്റാം. ചെറിയ പീസ് മാവ് എടുത്തിട്ട് നല്ലതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ സേവനാഴിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സേവനാഴിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഹോൾ ഈ ഒരു രീതിക്കുള്ളതാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ മണിപ്പുട്ടിന്റെ ഒക്കെ ആ ഒരു അച്ചുണ്ടല്ലോ, ആ ഒരു അച്ചാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് അച്ചിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ മുറുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മാവെല്ലാം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് അടച്ച് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കോട്ടന്റെ ടവലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ബട്ടർ പേപ്പറിലേക്കോ നമ്മുടെ ഈ മാവ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ ചുറ്റിച്ചു കൊടുക്കുന്നത്. ഇതാകുമ്പോഴത്തേക്കും എളുപ്പത്തിൽ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ നമ്മുടെ എണ്ണയിലേക്ക് ഈ സേവനാഴി പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താലും മതിയാവും വട്ടത്തിലേക്ക്. അപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആയിട്ട് മുറുക്കായിട്ട് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു രീതിക്ക് അങ്ങ് പൊടിച്ചെടുത്താലും മതിയാവും. അതൊക്കെ ഈസി ആയിട്ടുള്ള വഴികളാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ രീതിയിൽ വട്ടത്തിനൊന്ന് ചുറ്റിച്ചെടുത്ത് ശേഷം നമുക്ക് നല്ല ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫസ്റ്റിലെ ഇതുപോലെ ചുറ്റിച്ച് വെക്കരുത്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം മാവ് നമ്മൾ ഇതുപോലെ ചുറ്റിച്ച് എണ്ണയിലേക്ക് ഇടാവുന്നതാണ്. അല്ലെങ്കിൽ അത് പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കും, അതിന്റെ പേരിലാണ്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓരോ മുറുക്കായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ചുറ്റിച്ച് എടുത്തിട്ട് വേണം നമ്മൾ എണ്ണയിലേക്ക് ഇടാനായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചുറ്റിച്ച് വെക്കരുത്. അപ്പോൾ അത് എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവണം കേട്ടോ. എണ്ണയുടെ ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ ആ മുറുക്ക് പിരിഞ്ഞു പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. മുറുക്ക് തയ്യാറാക്കുമ്പോഴത്തേക്കും എപ്പോഴും എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവണം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കണം. ഇതുപോലെ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടൊന്ന് മുരിച്ചെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിക്കോളും. ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുതെങ്കിൽ പിന്നെ എൻ്റെ കളർ പെട്ടെന്ന് മാറിപ്പോകും. ആദ്യം ഇടുന്നതെല്ലാം പെട്ടെന്ന് ആ ചിലിചിലാന്നുള്ള ആ ഒരു സൗണ്ടൊക്കെ ഒന്ന് മാറിയിട്ട് അതങ്ങനെ മാറിക്കിടക്കും. ആ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അതിൻ്റെ ആ ഒരു ചിലിച്ചിലിപ്പം എല്ലാം എണ്ണയുടെ ആ ഒരു കുമിളകളൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മുരിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു സമയം നമുക്കിത് എടുക്കാവുന്നതാണ്. ചെറിയൊരു സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ പ്രശ്നമാക്കണ്ട. കാരണം ആ ചൂടൊന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ അത് ക്രിസ്പിയായി കിട്ടിക്കോളും. ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ മുറുക്കെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിനും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മുറുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ആ ഒരു അച്ച് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു രീതിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ബാക്കി ഇനി ഇതുപോലെ 2 ബാച്ചും കൂടി തയ്യാറാക്കാനായിട്ടുണ്ട്. അതും കൂടി ചെയ്തെടുക്കാൻ പെട്ടെന്ന് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ചുറ്റിച്ചെടുത്ത് നമുക്ക് മുറുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എണ്ണയിലേക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് സേവനാഴിയിൽ ഇതൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് അങ്ങനെയും തയ്യാറാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ ആ ഒരു രീതിക്കും ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് അങ്ങനെ ഒരു ബോട്ടിലേക്ക് ആക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്.
നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്ത് മാത്രം കറുമുറാന്നുള്ളൊരു മുറുക്കാണിതെന്ന്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. ഏകദേശം 15 ദിവസം വരെ നമുക്കൊരു എയർടൈറ്റ് ബോട്ടിലാക്കി നമ്മുടെ മുറുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഫീഡ്ബാക്ക് അയക്കുന്നത് മറക്കാതെ അറിയിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.